ടെക്നോളജിയിലെ വാഷിംഗ് പൗഡറുകളുണ്ട്. അത് മാത്രം ഉപയോഗിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ അതൊരു ചതിയാണ്. നിങ്ങൾക്കറിയാമോ, എത്ര വില കൂടിയ കാറ് നിങ്ങൾ വാങ്ങിയാലും വാങ്ങുന്നവൻ അതിലിരിക്കുന്നതിനൊരു അഹങ്കാരം ഉണ്ടെന്നുള്ളതല്ലാതെ നമ്മുടെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേകത തോന്നാറില്ല. ഉദാഹരണത്തിന്, നിങ്ങൾ എറണാകുളത്തെ ട്രാഫിക് ബ്ലോക്കിൽ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വാഹനം ബെൻസ് ആണെങ്കിൽ കൂടുതൽ വേഗത്തിൽ ഓടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല. 20 കിലോമീറ്റർ സ്പീഡിൽ നമുക്കതിന് കിട്ടാൻ പോകുന്നുള്ളൂ. എനിക്കൊരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രഗത്ഭനായ ഒരു റിസോഴ്സ് പേഴ്സൺ ആണ്. അദ്ദേഹം ഒരിക്കൽ ഹൈക്കോടതി ജംഗ്ഷനിൽ വെച്ച് എന്നെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഈ ബെൻസ് കാറിലേക്ക് എന്നെയും ക്ഷണിച്ചു. ഞാൻ പറഞ്ഞു ഞാനില്ല. കാരണം ഈ ബെൻസ് പോലെ 50 ലക്ഷം വിലയുള്ള കാറിൽ കയറ്റാൻ പറ്റിയ ചരക്കല്ല ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറ് വാ, നമുക്ക് അത്യാവശ്യത്തിന് വിശേഷം പറഞ്ഞ് പോകാമല്ലോ. ഞാൻ പറഞ്ഞു, ട്രെയിനിൽ 10 രൂപയാണ് ചാലക്കുടിയിലേക്കുള്ള വണ്ടിക്കൂലി. 45 മിനിറ്റ് കൊണ്ട് ഞാൻ വീടെത്തും. അതുകൊണ്ട് ഞാൻ ബൈ ട്രെയിൻ പോകാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും അവൻ നിർബന്ധിച്ച് പിടിച്ചു വലിച്ചു എന്നെ അവൻ്റെ ബെൻസിൽ കയറ്റി. ആ ബെൻസ് കാറ് അങ്കമാലി വരെയുള്ളൂ. അങ്കമാലിലെത്താൻ 1.5 മണിക്കൂർ എടുത്തു. അങ്കമാലിയിൽ നിന്ന് വീണ്ടും 40 രൂപ കൊടുത്ത് ചാലക്കുടിയിലേക്ക് ബസ് കയറി അവിടുന്ന് 60 രൂപ കൊടുത്ത് ഓട്ടോറിക്ഷ പിടിച്ച് എൻ്റെ വീട്ടിലേക്ക് പോയി. ട്രെയിനിന് എത്ര സുഖമായി നമുക്ക് പോകാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെ വളരെ വിലയേറിയ വാഹനങ്ങൾ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാമോ, ഈ ബെൻസ് കാർ കേടായി കഴിഞ്ഞാൽ സാധാരണ വർക്ക്ഷോപ്പ് റിപ്പയർ ചെയ്യില്ലയോ? ചെയ്യൂല. അതെവിടെ കൊടുക്കണം? എൻ്റെ ഷോറൂമിൽ കൊടുക്കണം. ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? 2 ആഴ്ച 3 ആഴ്ച സമയം പറയും. ഏത് ഭാഗത്തിനാണോ കേടുപാട് സംഭവിച്ചത് ആ ഭാഗം റിപ്പയർ ചെയ്യൂല. ആ ഭാഗം അങ്ങനെ തന്നെ എടുത്തവർ മാറ്റിവെക്കും. വൻ തുകയായിരിക്കും നിങ്ങൾക്ക് റിപ്പയറിംഗ് ചാർജ് വരിക. അതുപോലെ വില കൂടിയ വാഷിംഗ് മെഷീനുകൾ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ വില കൂടിയ വാഷിംഗ് പൗഡർ ഉപയോഗിക്കണം. മാത്രമല്ല, വില കൂടിയ വാഷിംഗ് മെഷീൻ കേടായി കഴിഞ്ഞാൽ വില കൂടിയ സ്പെയർ പാർട്ടുകൾ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. എൻ്റെ വീട്ടിൽ വർഷങ്ങളോളം ഞാൻ ഉപയോഗിച്ചത് ഇന്നില്ലാത്ത ഒരു കമ്പനിയുടെ വാഷിംഗ് മെഷീനാണ് വീഡിയോകോൺ. വാങ്ങിയത് 3200 രൂപക്കാണ്. 10-12 വർഷക്കാലം ആ മെഷീൻ ചവിട്ടി പൊളിച്ച് നമ്മൾ ഉപയോഗിച്ചു. പിന്നീട് കേട് വന്നപ്പോൾ അതങ്ങ് കളഞ്ഞ് വേറെ ഒരെണ്ണം വാങ്ങി. എൻ്റെ രീതി അതാണ്, പോപ്പുലർ മോഡലുകൾ വാങ്ങുക. ഈ വർഷം ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ചെറിയ TV ഉണ്ടായിരുന്നു. അത് കേടായപ്പോൾ ഞാൻ പുതിയൊരു TV വാങ്ങി. എൻ്റെ ടിവിയുടെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 32 ഇഞ്ച് TV ആണ്. സ്മാർട്ടാണ്, LED ആണ്, HD ആണ്. വില 9200 രൂപ. വില 9200 രൂപ. അതേസമയം ഞാനീ പറഞ്ഞ സ്പെസിഫിക്കേഷനിൽ വൻകിട കമ്പനികളുടെ TV നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 40,000-45,000 രൂപ കോസ്റ്റ് വരും. എൻ്റെ പോളിസി 5 വർഷക്കാലത്തെ എക്സ്റ്റൻഡഡ് വാറണ്ടി ആണ്. എൻ്റെ പോളിസി ഇതാണ്, 5 വർഷം വരെ എക്സ്റ്റൻഡഡ് വാറണ്ടി ഉണ്ട്. 5 വർഷം കഴിയുമ്പോൾ കേടായാൽ നമ്മൾ എന്ത് ചെയ്യും? എടുത്തു കളയും, വേറെ ഒരെണ്ണം വാങ്ങി വയ്ക്കും. അല്ലാതെ നമ്മൾ വളരെ വില കൂടിയ സോഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കുന്ന പലതും വാങ്ങുന്നത് പ്രസക്തമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ചില മന്ദബുദ്ധികൾ വാങ്ങുന്ന ഒരു മൊബൈലുണ്ട്. അതിന് പറയുന്ന പേരാണ് ഐഫോൺ. നിങ്ങൾ ഈ ഐഫോൺ കണ്ടിട്ടുണ്ടോ? അതുള്ള ആളുകൾ പോക്കറ്റിൽ അതിങ്ങനെ പൊക്കി വെക്കും. അപ്പൊ എന്താ കാണുക? ആരോ കടിച്ച് ബാക്കി വെച്ച ഒരു ആപ്പിളിന്റെ പഴം കാണും. മുഴുവൻ ആപ്പിൾ ഇല്ല കേട്ടോ, പകുതി ആപ്പിൾ. ആരോ കടിച്ച ആപ്പിളിന്റെ പകുതി കാണും. ഈ കടിച്ച ആപ്പിളിനെ പറ്റി ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്ന ഒരു കഥയുണ്ട്. പണ്ട് ഏദൻ തോട്ടത്തിൽ സന്തോഷത്തോടെ ആദമും ഹവയും പാർത്തിരുന്ന കാലം, ഈ ഹവ പിശാചിന്റെ പ്രേരണയാൽ ഒരു പഴം കഴിച്ചത്ര. പഴത്തിൽ ആപ്പിളിൽ കുറച്ച് കടിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്കൊരു ചിന്തയുണ്ടായി, ഈ പഴം കഴിക്കുന്നത് തെറ്റാണ്. ആ പഴം അവൾ ഒറ്റയ്ക്ക് കഴിച്ചാൽ അവൾ ഒറ്റയ്ക്ക് പുറത്താക്കപ്പെടും. അപ്പൊ അവൾ എന്ത് ചെയ്തു? ഭർത്താവിന് പഴം വെച്ചു. ആ പഴത്തിന്റെ ബാക്കി കൊണ്ടുപോയി കെട്ടിയവന് കൊടുത്തിട്ട് കടിച്ചോളാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്ക് വേണ്ട, അത് കഴിക്കരുത്, ദൈവം പറഞ്ഞിട്ടുള്ളതല്ലേ, എനിക്ക് വേണ്ട. അവൾ പറഞ്ഞു, ഞാൻ കഴിച്ചതാ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കി ധൈര്യമായിട്ട് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ വിഷം ആണും കഴിച്ചത്. അങ്ങനെ ആരെയൊക്കെയോ വഴിപഴപ്പിക്കുന്ന കടിച്ച ആപ്പിളിന്റെ പടവും വെച്ച് ഒരു ആപ്പിൾ മൊബൈൽ. നിങ്ങൾക്കറിയാമോ ലോകത്തെ ഏറ്റവും വലിയ മൊബൈൽ കമ്പനിയുടെ പേര് പറയാമോ? ലോകത്തെ ഏറ്റവും വലിയ വിൽക്കപ്പെടുന്ന മൊബൈൽ കമ്പനിയുടെ പേര് പറയാമോ? സാംസങ് അല്ല, പറഞ്ഞാൽ വിശ്വസിക്കില്ല. നോക്കിയല്ല, ലോകത്തെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന മൊബൈലിന്റെ പേര് വാവേ എന്നാണ്. നമ്മൾ വായിക്കുമ്പോൾ ഹുവൈ എന്ന് വായിക്കും, പക്ഷെ അത് ചൈനീസ് ഭാഷയിൽ ഹുവൈ എന്നല്ല, വാവേ. നിങ്ങൾക്കറിയാമോ
ആപ്പിൾ കമ്പനിയെയും ഗൂഗിളിനെയും മലർത്തിയടിച്ചുകൊണ്ടാണ് വാവെ വളർന്നത്. പക്ഷേ വാവെ വളരരുത് എന്നുള്ളത് ഗൂഗിളിന്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഗൂഗിൾ ഒരു പണി കാണിച്ചു. വാവെ മൊബൈൽ വാങ്ങുന്നവർക്ക് ഗൂഗിൾ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വാവ എന്ന് പറഞ്ഞു, നിങ്ങളുടെ ഗൂഗിൾ ഞങ്ങൾക്ക് ആക്സസ് വേണ്ട, അതിനേക്കാൾ ബെറ്റർ പെർഫോമൻസിൽ ഞങ്ങൾ മറ്റൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തതാണ്. ഏതായാലും വാവെ മൊബൈലുകളുടെ പ്രത്യേകത എന്തെന്നറിയാമോ? വളരെ വളരെ വില കുറഞ്ഞ മൊബൈലുകളാണ് വാവയുടെ. ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത്, ഈ വാവെ എന്ന് പറയുന്ന മൊബൈൽ ചെയ്യുന്ന തമാശ, ആപ്പിൾ കമ്പനി 60,000 രൂപയുടെ ഒരു മൊബൈൽ പുറത്തിറക്കിയാൽ ആദ്യം വാങ്ങുന്നത് വാവയായിരിക്കും. അവരത് പൊളിക്കും, അതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കും, അതുപോലെ ഒരു മൊബൈൽ ഉണ്ടാക്കും, 6,000 രൂപയ്ക്ക് മാർക്കറ്റിലേക്ക് ഇറക്കും. ആശയം മനസ്സിലായോ? പരീക്ഷണം നടത്തുന്നത് മുഴുവൻ ആരാ? ആപ്പിൾ. പക്ഷെ ആപ്പിൾ മൊബൈൽ ഇറക്കിയാൽ ഉടൻ തന്നെ ആ മൊബൈൽ ഡ്യൂപ്ലിക്കേറ്റ് ആരിറക്കും? വാവ ഇറക്കും. ഈ വാവ മൊബൈലുകൾ ഇന്ത്യയിൽ വിൽക്കാനോ വാങ്ങാനോ പാടില്ല. കാരണം വാവ മൊബൈലിലൂടെ നിങ്ങൾ ട്രാൻസാക്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ചൈനയിൽ ഇരുന്നവർക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വാവ വാങ്ങരുത് എന്ന് പറയുന്നതിന്റെ കാരണം. പക്ഷേ വാവയുടെ ഒരേ ഒരു മൊബൈൽ ഇന്ത്യയിൽ അലൗഡാണ്. ഓണർ എന്നാണ് ആ മൊബൈലിന്റെ പേര്. ഓണർ. ആ മൊബൈൽ ഇന്ത്യയിൽ അലൗഡാണ്. അത് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ അലൗഡ് ആയത്. പക്ഷെ ഓണർ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ചൈനീസ് ഉൽപ്പന്നങ്ങൾ നിരോധിച്ചതോട് കൂടെ ഓണർ നിർത്തേണ്ടി വന്നു. നമുക്ക് ഏറ്റവും കുറഞ്ഞ മൊബൈലുകൾ, നിങ്ങൾ ഗൾഫ് നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകളുടെ കയ്യിൽ ഹുവായി എന്ന് പറയുന്ന മൊബൈലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾ ചൈനയിലാണ്. ഈ ചൈനയിലെ ആളുകൾ മുഴുവൻ ഉപയോഗിക്കുന്നത് ഹുവായി എന്ന് പറയുന്ന മൊബൈലാണ്. അതാണ് ആ മൊബൈലിന്റെ നേട്ടം എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഒരു ഹുവായി ആയിരുന്നു. ആ മൊബൈൽ ഒരിക്കൽ എൻ്റെ കയ്യിൽ നിന്ന് വെള്ളത്തിലേക്ക് വീണുപോയി. പാടത്ത് പണിയെടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് വെള്ളത്തിലേക്ക് വീണുപോയി. വെള്ളത്തിൽ വീണുപോയ മൊബൈൽ തപ്പി ചെടിയിൽ നിന്ന് ഞാൻ എടുത്തു, കഴുകിയെടുത്തതിന് ശേഷം ബൾബ് ഇട്ടിട്ട് ചൂടാക്കി പിറ്റേ ദിവസം ഓണാക്കിയപ്പോൾ അത് ഓണായി, അത് പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അത്രയും നമുക്ക് ഡിപ്പെൻഡബിൾ ആയിരിക്കുന്ന തരത്തിലുള്ള ഒരു മൊബൈൽ കമ്പനിയാണ് ഹുവായി. അതിന്റെ വില കേട്ടാൽ നമ്മൾ ഞെട്ടും. 2,400 രൂപയ്ക്കാണ് ആ മൊബൈൽ ഞാൻ വാങ്ങിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താ അറിയാമോ? പ്ലീസ്, നിങ്ങൾ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് രീതികളിലേക്ക് പോകുന്നത് നിങ്ങൾക്കുണ്ടാക്കുന്ന പ്രശ്നം. ശരി, ഇതിനിടയിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ സോപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ സോപ്പ് എടുക്കാം. ഞാൻ ഇത്രയും നേരം സംസാരിച്ചതിന്റെ ഒരു കാരണം, നമുക്ക് ഈ സോപ്പ് എടുക്കണമെങ്കിൽ അത് കൂടുതൽ സെറ്റായി. സോപ്പ് റെഡി ആയിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഉച്ച സമയമായതുകൊണ്ടാണ് ഈ സാധനം ഇങ്ങനെ ഉരുകിയതുപോലെ ഇരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല ഉറച്ച കട്ടിയായിട്ട് സെറ്റായി കിട്ടും. പക്ഷേ ഈ ഉച്ച നേരമായി കഴിഞ്ഞ ചൂട് എണ്ണയല്ലേ, അത് എണ്ണ ഇങ്ങനെ ഉരുകിയിരിക്കും. അത് മാത്രമല്ല, ഇതിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ഒരല്പം കണ്ട എന്റെ കയ്യിൽ വന്നേക്കണ കണ്ടോ, ഇത് ഗ്ലിസറിനാണ്. ഈ ഗ്ലിസറിൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പുറത്തേക്ക് വരാൻ പാടില്ല. ആ ഗ്ലിസറിൻ പുറത്തേക്ക് പോയ സോപ്പിന്റെ ഗുണമേന്മ നഷ്ടപ്പെടും. നമ്മൾ രാവിലെ തന്നെയാണ് ഈ സോപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോവാം. എങ്ങനെയാണ് ഡിറ്റർജന്റ് ലിക്വിഡ് ഉണ്ടാകുന്നത്? ഇതാണ് ഡിറ്റർജന്റ് ലിക്വിഡ് സർഫ് എക്സൽ മാറ്റ്. ഇതിന്റെ വില 240 രൂപ. 240 രൂപ. നമുക്കിവിടെ ഉണ്ടാക്കാൻ എത്ര രൂപ വരുന്ന പറഞ്ഞത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പലരും ശ്രദ്ധിക്കുന്നില്ല. രാവിലെ ഞാൻ പറഞ്ഞിരുന്നു 20 രൂപ. ഈ സാധനം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വരുന്നത് 20 രൂപ മാത്രമാണ്. ശരി. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ആദ്യം ഈ നേരത്തെ കലക്കി വെച്ച സോഡിയം ലോറൽ സൾഫേറ്റ് ലായനി നമ്മൾ വെള്ളത്തില് ബക്കറ്റിലേക്ക് നമ്മൾ മാറ്റി വെക്കും. അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് സോഡിയം ലോറൽ ഈഥർ സൾഫേറ്റ് ആണ്. അത് കൈകൊണ്ടാണ്. സോഡിയം ലോറൽ ഈഥർ സൾഫേറ്റ് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ രാവിലെ 3 കാര്യങ്ങൾ പറഞ്ഞു. മറന്നെന്ന് എനിക്കറിയില്ല. സോപ്പ്, ഡിറ്റർജന്റ്, ഷാമ്പു. ഏത് സോപ്പിന്റെയും ബേസ് സെയിം ആണ്.
ഏത് ഡിറ്റർജൻറ്റിൻ്റെയും ബേസ് സെയിമാണ്, ഏത് ഷാമ്പുവിൻ്റെയും ബേസ് സെയിമാണ്. ഏത് ഷാമ്പു ഉണ്ടാക്കണമെങ്കിലും SLS വേണം, SLES വേണം, വെള്ളം വേണം, ഉപ്പ് വേണം. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സാധനത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഷാമ്പു ബേസ്, അല്ലെങ്കിൽ വേറൊരു പേര് പറയും ജെല്ല്. അതുകൊണ്ട് ഏത് ഷാമ്പു ഉണ്ടാക്കണമെങ്കിലും ആദ്യം നമ്മൾ എന്തുണ്ടാക്കണം? ജെല്ലുണ്ടാക്കണം. ആദ്യം ജെല്ലുണ്ടാക്കണം. ഈ ജെല്ലിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ ചേർക്കുന്നുവോ അതനുസരിച്ച് അത് വേറെ വേറെ പ്രൊഡക്റ്റായിട്ട് മാറി വരും. ഉദാഹരണത്തിന് നിങ്ങളൊരു കടയിൽ പോയി ചില്ലി ചിക്കൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ കോഴിയെ പിടിക്കാൻ ഓടുന്നാണോ വിചാരിക്കുന്നത്? അല്ല, ഓൾറെഡി ഹാഫ് കുക്കഡായിട്ട് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. അതെടുത്ത് ചില്ലി ചിക്കൻ്റെ റെസിപ്പി അനുസരിച്ച് കൂട്ടിത്തരും. ചില്ലി ചിക്കൻ അല്ല ഗാർലിക് ചിക്കനാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ റെസിപ്പിയാണ് ചേർക്കുക. എടുത്ത കോഴി ഒന്ന് തന്നെയായിരിക്കും. അല്ല, നിങ്ങൾക്ക് വേണ്ടത് ഇതുപോലെ വേറെ ഒരു പെപ്പർ ചിക്കൻ വേണമെന്ന് പറഞ്ഞാൽ ആ കൂട്ട് മാത്രമേ മാറ്റാറുള്ളൂ, കോഴിക്കൊരു മാറ്റം അവർ വരുത്താറില്ല എന്ന് പറയും പോലെ ഇവിടെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കും. ഇത് ശ്രദ്ധിക്കുക, ഇത് 200 ഗ്രാം ഉപ്പ്. ഈ ഉപ്പ് 1/2 ലിറ്റർ വെള്ളത്തിൽ ഈ ഉപ്പ് നമ്മൾ 1/2 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തു. ഇത് അതിനകത്തേക്ക് ചേർക്കുമ്പോഴാണ് ഇത് ജെല്ലായി തീരുന്നത്. നേരത്തെ ശ്രദ്ധിച്ചതല്ലേ? ഓക്കെ, ആ വെള്ളം കൈകൊണ്ടെന്ന് നോക്കി കാണിച്ച്. ഈ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് നല്ല ടൈറ്റായിട്ട് ജെല്ലായി തീരും. നല്ല ഒരു ജെല്ലായി അത് മാറി. ഇവിടെ നിങ്ങൾ കാണുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി സയൻസാണ്. ഇറ്റ്സ് നോട്ട് എ മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് മാജിക്. പക്ഷേ ഇവിടെ നിങ്ങളുടെ മേൽ പ്രസന്റ് ചെയ്യുന്നത് മാജിക് അല്ല, ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് സയൻസാണ്. സയൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സയൻസിന് ഒരു തിയറി ഉണ്ടാകും. ആ തിയറി അനുസരിച്ച് ഒരു എക്സ്പെരിമെന്റ് ഉണ്ടാകും. ആ എക്സ്പെരിമെന്റ് ആര് ചെയ്താലും റിസൾട്ട് സെയിം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല കട്ടിയുള്ള കാണിച്ചുകൊണ്ടേ നല്ല കട്ടിയുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെർഫ്യൂമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് ലക്സ് എന്ന് വിളിക്കപ്പെടുന്ന നല്ല സുഖകരമായ മണം നൽകുന്ന ഒരു പെർഫ്യൂം നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. വീണ്ടും 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത കളറാണ്. ഈ കളറ് ആസിഡ് കളേഴ്സ് ആണ്. വളരെ ഹാർഡായിരിക്കുന്ന കളറുകൾ കൊടുക്കുന്ന ആസിഡ് കളേഴ്സ് ആണ്. അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. പിങ്ക്, യെസ്, ഈ പിങ്ക് കളറ് നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. വീണ്ടും 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കഴിഞ്ഞു. ഏതായാലും നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാവർക്കും മിക്സ് കയ്യത്തൊക്കെ ശരി നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും വെള്ളം ചേർത്ത് നമ്മൾ അതിനെ നേർപ്പിച്ചെടുക്കും. ഇനിയും ആവശ്യാനുസാരം നിങ്ങൾക്ക് വെള്ളം ചേർക്കാം. ഇപ്പൊ തന്നെ നല്ല കട്ടിയുള്ള ലിക്വിഡാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ഈ പ്രൊഡക്റ്റുകൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മെക്കനൈസ് ചെയ്യാം. വൻകിട കമ്പനികളിൽ ഇതെല്ലാം മെക്കനൈസ് ചെയ്യും. ഞാനുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത ഹാൻഡ് മെയ്ഡ്, കൈപ്പണിയാണ് മുഴുവൻ. മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയാണ്. ഞാനുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത ഹോം മെയ്ഡ്. വീടാണ് നമ്മുടെ ഫാക്ടറി, വീട്ടിലുള്ളവരാണ് നമ്മുടെ തൊഴിലാളികൾ. അതല്ലാതെ ഒരു കെട്ടിടം ഉണ്ടാക്കി അവിടെ കറണ്ട് കണക്ഷൻ എടുത്ത് അവിടെ മെഷീനറികൾ ഇൻസ്റ്റാൾ ചെയ്ത് വൻതുക ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയും ഞങ്ങൾ നടത്താറില്ല. എൻ്റേതെല്ലാം തന്നെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ടേക്കപ്പ് ചെയ്യാവുന്ന യൂണിറ്റുകളാണ്. ഇനി കൈയെടുത്തോളൂ. അവസാനമായിട്ട് നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാസ്റ്റിക് സോഡാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, രാവിലെ നമ്മൾ സോഡിയം ലോറൽ സൾഫേറ്റ് വെള്ളത്തിലിട്ട് വെച്ച സമയത്ത് തന്നെ കാസ്റ്റിക് സോഡയും വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. കാസ്റ്റിക് സോഡ ഇട്ട് ഇളക്കുമ്പോൾ ഒരു കാരണവശാലും കൈ തൊടാൻ പാടില്ല. കാരണം കാസ്റ്റിക് സോഡ വളരെ അപകടകാരിയായ ഒരു കെമിക്കൽ ആയതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പാടില്ല. ഇനി ഈ കാസ്റ്റിക് സോഡ ലായനി വെള്ളത്തിൽ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കും. കാസ്റ്റിക് സോഡ ലായനി ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുന്നതോടുകൂടെ ഈ പ്രൊഡക്റ്റിന്റെ നിർമ്മാണം കഴിയും.
ശരി, അത് നന്നായി മിക്സ് ചെയ്യുന്നതോട് കൂടെ ഈ ലിക്വിഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ല കൊഴുത്ത നല്ല ക്വാളിറ്റിയുള്ള വാഷിംഗ് ലിക്വിഡ് റെഡിയാണ്. ഇനി നിങ്ങൾക്ക് ആവശ്യാനുസരണം വേണമെങ്കിൽ അതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുന്നതോട് കൂടെ ഇത് 10 ലിറ്റർ പ്രൊഡക്റ്റായി മാറിക്കഴിയും. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ബൾക്കായി നിങ്ങൾ ചെയ്യുമ്പോൾ ആകെ 200 രൂപയുടെ കെമിക്കലേ നിങ്ങൾക്ക് ആവശ്യം വരുന്നുള്ളൂ. അതിൽ നിന്ന് 10 ലിറ്റർ കിട്ടുമ്പോൾ 1 ലിറ്റർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആകെ ചിലവ് 20 രൂപ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഓരോ പ്രൊഡക്റ്റുകളും ഉണ്ടായി വരുന്നതിൻ്റെ പിന്നാമ്പുറം. ഈ പ്രൊഡക്റ്റിന് പ്രത്യേകതയുണ്ട്. ഇതുപോലത്തെ കുപ്പികളിൽ പാക്ക് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുപ്പികൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് പാക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലത്തെ ബോട്ടിൽ എടുക്കണം. ഈ ബോട്ടിലിന് HD ബോട്ടിൽ എന്നാ പറയുക. HD ബോട്ടിൽ, ഹൈ ഡെഫിനിഷൻ പോളി എത്തിലീൻ എന്ന് പറയും ഈ ഒരു കെമിക്കലിന്. ഇതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബോട്ടിൽ തന്നെ വേണം പാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ കുപ്പികൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വീട്ടിൽ 240 രൂപയ്ക്ക് വാങ്ങുന്ന വാഷിംഗ് ലിക്വിഡ് എങ്ങനെയാണ് നമ്മൾ 20 രൂപയ്ക്ക് ഇവിടെ ഉണ്ടാക്കുക? ഇത്രയേ ഉള്ളൂ വാഷിംഗ് ലിക്വിഡിന്റെ കഥ. ചോദ്യങ്ങൾ എന്തെങ്കിലും? പ്ലീസ്, ഞാൻ ബോട്ടിലിന്റെ കാര്യം പറഞ്ഞല്ലോ. കേരളത്തിൽ ഏറ്റവും അധികം ബോട്ടിലുകൾ ഉണ്ടാക്കുന്ന സ്ഥലം ചാലക്കുടിയാണ്. എൻ്റെ വീടിന്റെ പരിസരത്ത് മാത്രം 9 വലിയ ഫാക്ടറികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയാലും അതിന്റെ ബോട്ടിലുകൾ വേണമെങ്കിൽ ചാലക്കുടിയിൽ വന്നാൽ മതി. അവിടെ കിൻഫ്ര പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, കൊരട്ടി, ചാലക്കുടിയിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്ത് കൊരട്ടി. അവിടെ കിൻഫ്ര പാർക്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ 5 ഫാക്ടറികൾ അവിടെ തന്നെയാണ്. അവരുടെ കയ്യിൽ 500-ലേറെ വെറൈറ്റി ബോട്ടിൽസ് ഉണ്ട്. നിങ്ങൾ വന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബോട്ടിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ഈ പ്ലാസ്റ്റിക് എന്ന സാധനം പെട്രോളിയം പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഓരോ ദിവസവും അതിൻ്റെ വില കയറി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നം. ശരി, വേറെ എന്തെങ്കിലും ചോദ്യങ്ങളൊന്നുമില്ല? അപ്പൊ നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് നമുക്ക് പോവാം. Yes, hello. Hi. Please. അറിയുന്നവർക്കെല്ലാം സിമ്പിളാണ്, അറിയാത്തവർക്കെല്ലാം ടഫാണ്. മാത്സ് എന്ന് പറയുന്ന വിഷയത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. മാത്സ് അറിയുന്നവന് സിമ്പിളാണ്, പക്ഷെ മാത്സ് അറിയാത്തവർക്ക് മാത്സ് വളരെ ടഫാണ്. എൻ്റെ ജീവചരിത്രത്തിൽ ഇന്ന് വരെ ഞാൻ മാത്സ് പരീക്ഷ പാസ്സായിട്ടില്ല. ഇന്നും എനിക്ക് പിടികിട്ടാത്ത ഒരു സമസ്യയാണ് മാത്തമാറ്റിക്സ്. പക്ഷേ എൻ്റെ ഭാര്യ നേരെ മറിച്ചാണ്. മാത്സ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഏറ്റവും ക്രേസി സബ്ജക്ട്സ് ആണ്. മാത്സ് എത്ര പെട്ടെന്നാണ് അവളുടെ തലയിൽ കയറുക. ഞാൻ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയാം. എൻ്റെ മോനെ പ്രസവിക്കുന്ന അന്ന് അവൾ MCA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. MCAയുടെ ഏറ്റവും വിഷമമുള്ള ഒരു മാത്തമാറ്റിക്സ് പേപ്പറാണ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്. അതിൻ്റെ പരീക്ഷയ്ക്ക് അന്ന് രാവിലെ പോകണം. പക്ഷേ അന്നാണ് പ്രസവത്തീയതി. അവൾ രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ വീട്ടുപണികൾ ചെയ്ത് പരീക്ഷയ്ക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, റിസ്ക് എടുക്കണ്ട, കാരണം ഇന്നാണ് പ്രസവത്തീയതി.
അവൾ പറഞ്ഞു എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യുന്നില്ല, ഞാൻ എന്തായാലും പരീക്ഷയ്ക്ക് പോവാണ്, ഈ ഒരു പരീക്ഷ എഴുതിയില്ലെങ്കിൽ എൻ്റെ ഒരു വർഷം എനിക്ക് നഷ്ടമാകും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൂടെ ചെല്ലാം. അങ്ങനെയാണ് ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്, ട്രെയിനിൽ എറണാകുളത്ത് ചെന്നത്, ഓട്ടോറിക്ഷയിൽ സെൻറ് ആൽബർട്ട്സ് കോളേജിൽ എത്തിയത്. അവളെ പരീക്ഷ ഹാളിൽ എത്തി, ഞാൻ പുറത്ത് ടെൻഷൻ പിടിച്ചു കാത്തിരുന്നു. പരീക്ഷ കഴിഞ്ഞ് വളരെ കൂളായി അവൾ പുറത്ത് വന്നു. ഓട്ടോ കയറി റെയിൽവേ സ്റ്റേഷനിൽ വന്നു, ട്രെയിൻ കയറി, ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്നു. അവൾ എന്നോട് ഞാൻ പറഞ്ഞില്ല എനിക്കൊരു കുഴപ്പമില്ലെന്ന്, ആ പരീക്ഷ എന്ത് സിമ്പിളായിരുന്നു, എനിക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റി, എഴുതിയില്ലെങ്കിൽ ഒരു കൊല്ലം പോകുമായിരുന്നു. എന്നിട്ട് അന്ന് വൈകുന്നേരം ഞാനൊന്ന് പുറത്ത് പോയി, അവൾക്ക് വേറെ ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പുറത്ത് പോയി. തിരിച്ചു വരുമ്പോൾ അടുത്ത വീട്ടിലെ ഗോപിച്ചേട്ടൻ പറഞ്ഞു മോളിക്ക് സുഖമില്ലാതായപ്പോൾ ഞാൻ ശോഭയെ കുട്ടി ഹോസ്പിറ്റലിലേക്ക് വിട്ടിട്ടുണ്ട്, വർഗീസ് പോൾ ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞു. ഞാൻ ഓടിപ്പടിച്ച് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും വൈഫിനെ അവർ ലേബർ റൂമിൽ, ഡെലിവറി റൂമിലേക്ക് മാറ്റിക്കഴിഞ്ഞു. പിന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് രാത്രി 11 മണിക്കാണ് പ്രസവം കഴിഞ്ഞ് കുട്ടിയെ കൊണ്ടുവരുന്നത്. കാര്യങ്ങൾ വളരെ സിമ്പിളായി മുൻപോട്ട് പോയി. ഇനി പരീക്ഷയുടെ റിസൾട്ട് വന്ന അന്ന് ഞാൻ ഞെട്ടിപ്പോയി. 100ൽ 100 മാർക്കും ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ അവൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്കൊരു മോനുണ്ടായത്. ആ മോനാണെങ്കിൽ ജമ്മത്ത് കണക്ക് പരീക്ഷ പാസ്സാവുക. ചോദിക്കുമ്പോഴൊക്കെ അവൻ പറയും ഞാൻ പപ്പയുടെ മോനാന്ന്. ശരിയാണ്, എൻ്റെ ഭാര്യയുടെ രൂപമോ ഭാവമോ ഒന്നും തന്നെ പാരമ്പര്യത്തിൽ അവന് കിട്ടിയിട്ടില്ല. എൻ്റെ അതേ മുഖഛായയിൽ അതേ പ്രത്യേകതയിലാണ് മോനുണ്ടായത്. എങ്കിലും ഞാൻ അവനോട് പറയും നീ പഠിക്കാഞ്ഞിട്ടാണ്, നീ ശ്രമിക്കാഞ്ഞിട്ടാണ്, നിന്റെ തലയിൽ മാത്സ് കയറും. അപ്പോൾ അവൻ എന്നോട് പറയും പപ്പ പഠിക്കാഞ്ഞിട്ടാണ്, പപ്പ ശ്രമിക്കാഞ്ഞിട്ടാണ് പപ്പയുടെ തലയിൽ കയറാതിരുന്നത്. അപ്പൊ ഞാൻ പറയും മോനെ അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. ഒരിക്കൽ ഞാൻ വീട്ടിൽ വന്നപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ഐഫോൺ. ഞാൻ ചോദിച്ചു ഇത് എവിടെ നിന്നാ? അപ്പൊ എൻ്റെ വീട്ടിൽ ഒരു ലോക്കോ പൈലറ്റ് താമസിക്കുന്നുണ്ട്. അയാളാണ് ഈ മൊബൈൽ കളിക്കാൻ അവൻ്റെ കയ്യിൽ കൊടുത്തത്. ഈ മൊബൈൽ വാങ്ങിയിട്ട് അവനോട് പറഞ്ഞു ആരുടെയാ ഞാൻ നോക്കില്ല, അടിച്ചു പൊളിച്ചു കളയും. ഞാൻ ഉടൻ തന്നെ കൽവി എന്ന് വിളിക്കുന്ന ലോക്കോ പൈലറ്റിനെ വിളിച്ചു വരുത്തി. അയാളോട് ചോദിച്ചു എൻ്റെ മോന് ഒരു കണക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ വലിയ എഞ്ചിനീയറാണ്, അവനെ വഴിപിഴപ്പിക്കാൻ മൊബൈൽ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും, നിങ്ങൾ എന്നെ വീട്ടിൽ താമസിക്കേണ്ട എന്ന് പറഞ്ഞു. ചാലക്കുടിയിൽ ജോലി കിട്ടി വരുന്ന ആർക്ക് വേണമെങ്കിലും എൻ്റെ വീട്ടിൽ സൗജന്യ താമസവും സൗജന്യമായ ഭക്ഷണവുമുണ്ട്. നിങ്ങൾക്ക് ചാലക്കുടിയിൽ എന്തെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ ചാലക്കുടി താമസിക്കേണ്ടി വരുമ്പോൾ എൻ്റെ വീട്ടിൽ സൗജന്യമായ താമസവും സൗജന്യമായ ഭക്ഷണവും. പക്ഷെ സൗജന്യമല്ല. രാവിലെ 1 മണിക്കൂറും വൈകിട്ട് 1 മണിക്കൂറും ഞാൻ പറയുന്ന ജോലി നിങ്ങൾ എൻ്റെ വീട്ടിൽ ചെയ്യണം, എങ്കിലേ ഞാൻ ഈ സർവീസ് കൊടുക്കും. അങ്ങനെയാണ് കൽവി എൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. അന്ന് മുതൽ കൽവിയോട് ഞാൻ പറഞ്ഞു എൻ്റെ മോനെ കണക്ക് പഠിപ്പിക്കുക, എല്ലാ ദിവസവും 1 മണിക്കൂർ. എന്നും വൈകുന്നേരം 1 മണിക്കൂർ അയാൾ എൻ്റെ മോനെ കണക്ക് പഠിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ മോന് കൽവിയെ ഇഷ്ടമായിരുന്നു, കൽവിക്ക് എൻ്റെ മോനോടും വലിയ ഇഷ്ടമായിരുന്നു. രണ്ടുപേരും സൗഹൃദത്തോടെ പഠിക്കാനിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു പപ്പ എനിക്കിപ്പോൾ കണക്ക് മനസ്സിലാവുന്നുണ്ട്. രാവിലെ തന്നെ കൽവി എഴുന്നേറ്റ് വന്ന് എൻ്റെ മോനെ കിടക്കപ്പായെന്ന് വിളിച്ചെണിപ്പിക്കും. ചെയ്ത ഹോംവർക്കുകൾ നോക്കും, തെറ്റിയത് കറക്റ്റ് ചെയ്യും, വീണ്ടും ഹോംവർക്കുകൾ കൊടുക്കും. പുറകിൽ നടന്ന് 10ാം ക്ലാസ്സിൽ അവൻ 93% കൂടെ കണക്ക് പരീക്ഷ പാസ്സായി. അപ്പോൾ അവൻ പറഞ്ഞു കണക്കിപ്പോൾ എനിക്ക് മനസ്സിലായി. വീണ്ടും ഞാൻ ചോദിച്ചു മോനിനി എന്ത് പഠിക്കണം? അവൻ പറഞ്ഞു എനിക്ക് കണക്ക് മതി. അതുകൊണ്ട് എന്ത് ചെയ്തു, തൊട്ടടുത്തുള്ള കാർമൽ പബ്ലിക് സ്കൂളിൽ പോയി അവൻ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് മാത്സ് പഠിച്ചു. അത് കഴിഞ്ഞതായപ്പോൾ ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്, പഠിക്കാതെയും പരിശ്രമിക്കാതെയുമാണ് പലർക്കും കാര്യങ്ങൾ തലയിൽ കയറാത്തത്. ചായ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾക്ക് ചായ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അല്ല. പക്ഷെ അതറിയാത്ത ഒരാൾക്ക് ചായ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. ഉണ്ടാക്കാൻ അറിയാത്ത ഒരാൾ ചായ ഉണ്ടാക്കിയാൽ വാഹിപ്പിച്ച് കുടിക്കാനും നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇവിടെ നോക്കുക, ഞാനിവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ വളരെ ലളിതമാണ്. ഒരിക്കലൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് എങ്ങനെയാണ് സാനിറ്റൈസർ ഉണ്ടാക്കുന്നത്? സാനിറ്റൈസർ എന്ന് പറയുന്ന സാധനം ഈ കൊറോണ വരുന്നത് വരെ നമുക്കാർക്കും അറിയാൻ പാടില്ലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കറിയാമായിരുന്നു. ചാലക്കുടിയിൽ ഒരു വലിയ ആസ്പത്രിയുണ്ട്. ആസ്പത്രിയിൽ ധാരാളമായിട്ട് ആവശ്യമുള്ള സാനിറ്റൈസർ എങ്ങനെ ഉണ്ടാക്കുമെന്ന് അവരെന്നോട് ചോദിച്ചു.
ഞാൻ പറഞ്ഞു, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പഠിക്കുന്നതിനുള്ള ഒരുപാട് വഴികളുണ്ട്. ഒരു വഴി, ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ കോമ്പോസിഷനും കൊടുക്കണമെന്ന് നിയമമുണ്ട്. അപ്പോൾ നമ്മൾ സാനിറ്റൈസർ എടുത്താൽ ആ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കിട്ടും അല്ലേ. 2, ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം നമ്മുടെ യൂട്യൂബ് സഹായിക്കും. യൂട്യൂബിൽ വരുന്ന ഒരുപാട് വീഡിയോകൾ മണ്ടത്തരങ്ങളും തെണ്ടിത്തരങ്ങളുമാണെങ്കിലും ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് നല്ല നിർദ്ദേശങ്ങൾ നൽകാൻ, ചില സൂചനകൾ നൽകാൻ യൂട്യൂബിന് കഴിയും. യൂട്യൂബിലൂടെ തന്നെ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ സംഘടനയുടെ പേരാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO. ഏതായാലും WHO സൈറ്റിൽ കയറിയപ്പോൾ അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് സാനിറ്റൈസർ ഉണ്ടാക്കേണ്ടത്. അതിലവർ പറഞ്ഞിരിക്കുന്നു ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ മിനിമം 70% എന്ന് പറഞ്ഞാൽ പ്യുവർ സ്പിരിറ്റിൽ നിന്ന് 30% വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്താൽ, അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടറോ ഡീമിനറലൈസ്ഡ് വാട്ടറോ ചേർത്താൽ നമുക്ക് എന്ത് കിട്ടി? IPA കിട്ടി. അതിനകത്തേക്ക് രണ്ടാമതായി ചേർക്കേണ്ടത് ഈ IPAക്ക് ഒരു കുഴപ്പമുണ്ട്. അത് അമിതമായി നിങ്ങൾ കയ്യിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈക്ക് അലർജി വരും. ചിലരുടെ കൈ ഭയങ്കര റഫാകും. ചിലരുടെ കൈ ഈ രേഖകൾ ഉള്ളിടത്ത് പൊട്ടാൻ തുടങ്ങും. ചിലർക്കാണെങ്കിൽ കൈ നിവർത്തുമ്പോഴും മടക്കുമ്പോഴും ഒക്കെ വേദന വരും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അതിലേക്ക് ചേർക്കേണ്ട സാധനമാണ് ഗ്ലിസറിൻ. അതൊരു സൗന്ദര്യവർദ്ധക വസ്തുവാണ്. നമ്മുടെ ത്വക്കിൽ അപ്ലൈ ചെയ്താൽ ത്വക്ക് സോഫ്റ്റ് ആകും, കയ്യിൽ പുരട്ടിക്കൊടുത്താൽ കൈ സോഫ്റ്റ് ആകും. അതിനുള്ള സാധനമാണ് ഗ്ലിസറിൻ. അടുത്തത് ഹൈഡ്രജൻ പെറോക്സൈഡ്. വായ്നാറ്റമുള്ളവരോട് ഡോക്ടർമാർ വാ കവിൾക്കൊള്ളാൻ നൽകുന്ന മരുന്നാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വീര്യം 100% ആണെങ്കിൽ ഒരാളെ കൊന്നുകളയും. അത്രയും മാരകമായ സാധനം. ഇതിന്റെ വീര്യം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 0.5%. അത്രമാത്രം വീര്യം കുറച്ച ഹൈഡ്രജൻ പെറോക്സൈഡ് ഒന്നാം തരം ഒരു അണുനാശിനിയാണ്. അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നു ഒരൽപ്പം ഇസെൻഷ്യൽ ഓയിൽ. ഇത് ഗ്രീൻ ആപ്പിൾ എന്ന് വിളിക്കുന്ന ഒരു ഇസെൻഷ്യൽ ഓയിലാണ്. ഇസെൻഷ്യൽ ഓയിൽ എന്തിനാണ്? നിങ്ങൾ ഏത് സാനിറ്റൈസർ എടുത്താലും ആദ്യം ഉണ്ടാകുന്ന ചാരായത്തിന്റെ മണമായിരിക്കും. പക്ഷെ ആ ചാരായത്തിന്റെ മണം നിമിഷ നേരം കൊണ്ട് ആവിയായി പോയി കഴിയുമ്പോൾ കയ്യിൽ യഥാർത്ഥ സുഗന്ധം അവശേഷിക്കും. അപ്പൊ കൈ മണപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് സുഖകരമായ ഒരു പെർഫ്യൂമിന്റെ മണം കിട്ടും. ദേഹത്തൊക്കെ ആരെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവർക്കാണെങ്കിലും ഒരു അത്തർ പൂശിയതിന്റെ മണം കിട്ടും. അപ്പൊ അത്രയും സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് നമുക്ക് സുഖമായി ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കാൻ നമ്മൾ വലിയ കുപ്പി ഉപയോഗിക്കുന്നത് മാത്രം. ആ വലിയ കുപ്പി ഈ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ നമ്മൾ ഈ കുപ്പിയിലേക്ക് പകരുന്നു. വലിയ കുപ്പിയിലേക്ക് ആൽക്കഹോൾ നമ്മൾ പകരുന്നു. പ്ലീസ്, ആൽക്കഹോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയോ? നിങ്ങൾക്ക് മനുഷ്യൻ കുടിക്കുന്ന ആൽക്കഹോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയോ? യെസ്, മനുഷ്യൻ കുടിക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഉണ്ടാക്കുന്നത് കരിമ്പിന്റെ വേസ്റ്റിൽ നിന്നാണ്. കരിമ്പ് ആട്ടി പഞ്ചസാര എടുത്തു കഴിയുമ്പോൾ അതിൽ കുറെ വേസ്റ്റ് ഉണ്ടാകും. ഒരു വേസ്റ്റ് വെള്ളം, രണ്ടാമത്തെ വേസ്റ്റ് കാർബോക്സി മീഥൈൽ സെല്ലുലോസ്, അതിലടങ്ങിയിരിക്കുന്ന എന്താ പറയുക നമ്മുടെ ഒരുതരം കാർബോഹൈഡ്രേറ്റ്. മൂന്നാമതായി അതിൽ ബാക്കി വരുന്ന ചണ്ടി. ഈ സാധനങ്ങളെല്ലാം വലിയ ടാങ്കിലിട്ട് പൊളിപ്പിക്കും. അത് ടാങ്കിലിട്ട് 10-21 ദിവസം ഈസ്റ്റിട്ട് പൊളിപ്പിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് വാറ്റിയെടുക്കുന്ന ഒരു ദ്രാവകമുണ്ട്. ആ ദ്രാവകം എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാൽ, സെപ്റ്റിക് ടാങ്ക് തുറന്നൊരു ബക്കറ്റിൽ കോരിയെടുത്താൽ എങ്ങനെ ഇരിക്കും? അതേ നിറം, അതേ മണം, അതേ ടേസ്റ്റ്. ഈ സാധനം ഡിസ്റ്റിലേഷൻ പ്ലാന്റിൽ കൊണ്ടുപോയി ഡിസ്റ്റിലേഷൻ നടത്തും. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിളപ്പിച്ച് ആവി ഉണ്ടാക്കി, ആവിയെ തണുപ്പിച്ച് ലിക്വിഡായി ചെയ്ത് അതിന് ജലാംശം വീണ്ടും വറ്റിച്ച് സ്പിരിറ്റ് ഉണ്ടാക്കും. ആ സ്പിരിറ്റിനകത്ത് 45% വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിനെ ആൽക്കഹോൾ എന്ന് വിളിക്കും. ഈ ആൽക്കഹോളിനകത്ത് നിറവും മണവും ഒക്കെ കയറ്റി കൊടുത്താൽ അതിന് പറയുന്ന പേര് ബ്രാൻഡി, വിസ്കി, റമ്മ് എന്നൊക്കെ വിളിക്കും. ഏറ്റവും വലിയ കൗതുകം അതല്ല, ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന 1 ലിറ്റർ ആൽക്കഹോളിന് 1 ലിറ്റർ ബ്രാൻഡിക്ക് 19 രൂപ 50 പൈസയാണ് വില. യുണൈറ്റഡ് ബീവറേജ് കോർപ്പറേഷനിൽ നിന്ന് കേരള ഗവൺമെന്റ് കേരള ബീവറേജ് കോർപ്പറേഷൻ വാങ്ങുന്ന മദ്യത്തിന് മാക്സിമം വില 45 രൂപ. അത് കേരള ഗവൺമെന്റ് ഇപ്പൊ വിൽക്കുന്നത് 900 രൂപയ്ക്ക്.
അത് വാങ്ങി കുടിക്കുന്ന ഒരുപാട് കോവർ കഴുതകളും മന്ദബുദ്ധികളും നമ്മുടെ നാട്ടിലുള്ളിടത്തോളം കാലം പിണറായി വിജയൻ ഭരിച്ചാലും ഉമ്മൻചാണ്ടി ഭരിച്ചാലും സർക്കാരിന് എന്ത് കിട്ടും? പണം. പ്ലീസ്, ഇവിടെയുള്ള പൗരന്മാരെ പരമാവധി മദ്യപിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ ഗവൺമെന്റ് തന്നെയാണ്. കാരണം ഗവൺമെന്റിന് ഈസി മണിയാണത്. ഈസി മണി എന്ന് പറഞ്ഞാൽ ഇതിന് എത്ര വില കൂട്ടിയാലും ഈ മന്ദബുദ്ധികളും കോവർ കഴുതകളും ഇത് വാങ്ങി കുടിച്ചുകൊണ്ടേയിരിക്കും. സർക്കാരിൻ്റെ കയ്യിലേക്ക് ഇഷ്ടം പോലെ പണം എത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കുടിയന്മാർ അവകാശപ്പെടുന്നത് അവർ കുടിക്കുന്നത് നാട്ടുകാരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. കാരണം സർക്കാരിന് വരുമാനം ഉണ്ടായാലല്ലേ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഉണ്ടാകൂ. പ്ലീസ്, ഒന്നിനും പണം കണ്ടെത്താൻ ഇല്ലാത്ത നമ്മുടെ പല ചെറുപ്പക്കാരും വീട്ടിൽ നിന്ന് കട്ടെടുത്തും അതുമല്ലെങ്കിൽ നാട്ടുകാരെ തട്ടിച്ചും വഞ്ചിച്ചും കാശുണ്ടാക്കി അതുകൊണ്ടുപോയി കള്ളുഷാപ്പിൽ കൊടുത്ത് ഇതാ ഇങ്ങനെ കവലയിൽ പോയി തുണിയും കോണവും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നൊരവസ്ഥ എന്ത് സുന്ദരമായിരിക്കും അല്ലേ? അങ്ങനെ വഴിയിൽ ഒരുത്തൻ തുണിയില്ലാതെ കിടക്കുന്നത് കണ്ടാൽ നമ്മുടെ പെൺകുട്ടികളും കണ്ണു പൊത്തും. എന്നിട്ട് പറയും, അയ്യേ വൃത്തികെട്ടത്, എനിക്ക് കാണണ്ട എന്ന് പറയും. ഏതായാലും നമ്മുടെ അന്തസ്സും അഭിമാനവും ഒക്കെ ഇതുപോലെ ചോർത്തിക്കളയുന്ന ഒരു ദുരന്തത്തിലേക്ക് നമ്മുടെ ഒരുപാട് കുട്ടികൾ വീഴുന്നു എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു ദുരന്തമാണ്, അല്ലാതൊന്നും പറയണ്ട. ശരി, പ്ലീസ്. എടുത്തിരിക്കുന്ന ആൽക്കഹോൾ. ഇത് ആൽക്കഹോളൊക്കെ പറയാൻ തന്നെ എനിക്ക് പേടിയാണ്. കാരണം ചിലവന്മാർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെ കളയണോ സഹർ എന്ന ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നേക്കും. ശരി, ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ്. എന്തിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു? ബാക്ടീരിയകളെ കൊല്ലാനാണ്. പ്ലീസ്, ആൽക്കഹോളിന് വൈറസുകളെ കൊല്ലാനേ കഴിയും. ബാക്ടീരിയകളെ കൊല്ലണമെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് തന്നെ ചെയ്യണം. പ്ലീസ്, അടുത്തായിട്ട് നമ്മൾ എന്നതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇത് ഗ്ലിസറിൻ. ഞാൻ പറഞ്ഞു ഗ്ലിസറിൻ സൗന്ദര്യവർദ്ധക വസ്തുവാണ്. കൈകൾക്ക് സോഫ്റ്റ്നെസ് തരുന്നു, അലർജി ഉണ്ടാകാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് ഇപ്പൊ ചേർത്തത് ഗ്ലിസറിൻ. അവസാനമായി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു ഇത് പെർഫ്യൂം. ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്ന വളരെ ഡെലിക്കറ്റായ വളരെ സോഫ്റ്റ് ആയിരിക്കുന്ന മൈൽഡ് ആയിരിക്കുന്ന ഒരു പെർഫ്യൂം നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന സാനിറ്റൈസർ ഈ കളറിൽ തന്നെ ആയിരിക്കും. പക്ഷേ ആ കളറിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒരല്പം മറ്റേതെങ്കിലും കളർ നമുക്ക് ചേർത്ത് കൊടുത്ത് ഗ്രീൻ ആപ്പിൾ ആണ് നമ്മുടെ പെർഫ്യൂം. അതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു ചെറിയ ഗ്രീൻ കളർ കൊടുക്കും. ഓക്കെ, വലിയ കളറൊന്നും വേണ്ട, ഇത്രയും കളർ ധാരാളമാണ്. ഇപ്പോൾ സാനിറ്റൈസർ റെഡി. സാനിറ്റൈസറിന്റെ പഴയൊരു കുപ്പിയാണ്. ഓക്കെ, എല്ലാവരും ഒന്നടിച്ചങ്ങ് പാസ് ചെയ്യാം. ശരി.
ശരി, ഓക്കെ. ഇത്രയേ ഉള്ളൂ സാനിറ്റൈസർ എന്ന് പറയുന്ന പരിപാടിയുടെ നിർമ്മാണം. പ്ലീസ് നിങ്ങൾ ഇത്തരം സാധനങ്ങളൊക്കെ നിങ്ങൾ ഇത്തരം സാധനങ്ങളൊക്കെ ഒരു കടയിൽ പോയി റെഡിമെയ്ഡായിട്ട് വാങ്ങുമ്പോൾ, ആകർഷകമായ പരസ്യം കണ്ടു വാങ്ങുമ്പോൾ, ഇത്രയും ലളിതമായി നമ്മുടെ വീട്ടിൽ നിർമ്മിച്ചെടുക്കാവുന്ന ഒരു സാധനമാണ് നിങ്ങൾക്കറിയാമായിരുന്നോ? ഇവിടെയാണ് എൻ്റെ കല. പ്ലീസ് വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, പൈസ ഉണ്ടാക്കണോ? ആരെയും കക്കാതെ കവരാതെ, കള്ളം പറയാതെ, ചതിക്കാതെ, തെറ്റായ ധാർമ്മികമായ പ്രവൃത്തികളിലേക്ക് വ്യാപരിക്കാതെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പണം ഉണ്ടാക്കാം. ഇവിടെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ കൂടിപ്പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇതിന്റെ പ്രാധാന്യം അറിയില്ല. മനഃശാസ്ത്രം പറയുക നമുക്ക് 3 തരം മനസ്സുണ്ട്: ബോധം, ഉപബോധം, അബോധം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ബോധത്തോടെ കേട്ടുകഴിഞ്ഞാൽ കുറച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഉപബോധത്തിൽ അത് ചെന്നെത്തും. കുറെ കഴിയുമ്പോൾ നിങ്ങളുടെ അബോധത്തിൽ അത് ചെന്നെത്തും. പക്ഷേ നിങ്ങളുടെ അബോധത്തിൽ നിന്ന് ജീവിതത്തിൽ ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പോവില്ല. അപ്പോൾ ജീവിതത്തിൽ എന്നാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രയോജനം ചെയ്യുക എന്ന് പറയുന്നത് നമുക്കിപ്പോൾ മുൻകൂട്ടി കാണാനാവില്ല. നിങ്ങൾ വളരെയേറെ വില കൊടുത്ത് കടയിൽ പോയി വാങ്ങുന്ന പല ഉൽപ്പന്നങ്ങളും ഉണ്ടായി വരുന്നത് ഇത്രയും ലളിതമായിട്ടാണെന്ന് നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാകണം എന്നതാണ് ഞാൻ ഓർമ്മിക്കുന്നത്. അത് ഈ പറയുന്ന അറിവുകൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ പണക്കാരനാകാം, നിങ്ങൾക്ക് എങ്ങനെ കോടികൾ സമ്പാദിക്കാം എന്ന വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിച്ചു കഴിഞ്ഞത്. പ്ലീസ് നമ്മുടെ സോപ്പ് ഒന്നുകൂടെ സെറ്റായി കാണും. നേരത്തെ കണ്ടതിനേക്കാൾ സോപ്പ് സെറ്റായി കഴിഞ്ഞു. എന്തായാലും ഈ സോപ്പ് ഇവിടെ വെച്ചു പോകും. ഇതിൽ ഓരോ ചെറിയ കഷ്ണം മുറിച്ചെടുത്ത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കണം. എന്നിട്ട് പറയണം ഇത് നല്ല സോപ്പാണോ അല്ലയോ എന്ന്. നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള യാതൊരു ദുർഗന്ധവും, നമ്മൾ ഉപയോഗിച്ച എണ്ണയുടെ യാതൊരു പ്രശ്നവും നമ്മുടെ സോപ്പിന് ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നത് ഞാൻ ഗ്യാരണ്ടി ചെയ്യും. ശരി, നമുക്ക് നമ്മുടെ അവസാനത്തെ സമയത്തെ 3:45 നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റിലേക്ക് നമുക്ക് പോകാം. വാഷിംഗ് പൗഡർ. ഹലോ, യെസ്, അവസാനത്തിലേക്ക് പോകുന്നു. വാഷിംഗ് പൗഡർ. മാർക്കറ്റിൽ ഏറ്റവും വില കൂടിയ വാഷിംഗ് പൗഡറിന് ഓക്സി വാഷ് ടെക്നോളജിയുള്ള വാഷിംഗ് പൗഡർ എന്നാ പറയുക. ആ വാഷിംഗ് പൗഡറാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. പ്ലീസ് അതിൻ്റെ പേരിൽ പ്രൊമോഷൻ വേണ്ട. ഒരാൾ ഉപയോഗിച്ചു, അടുത്ത ആൾക്ക് അത് പാസ് ചെയ്യാം. യെസ്, സർ. അപ്പൊ ഏറ്റവും വില കൂടിയ വാഷിംഗ് പൗഡർ ഒരിക്കൽ കിട്ടിയില്ലേ? അപ്പൊ നിങ്ങൾ അതൊരു ക്രമത്തിൽ, നമ്മളൊരു സിസ്റ്റം എന്ന് പറയും, അതിനെ ഒരു ക്രമത്തിൽ അതങ്ങ് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ശരി, ഹലോ. ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വാഷിംഗ് പൗഡറാണ് നിർമ്മ. ഇതുപോലെ പഠിച്ചെടുത്ത് കൈകൊണ്ട് ഉണ്ടാക്കി വീട് വീടാന്തരം കൊണ്ടു നടന്ന് വിറ്റ് വളർന്ന ഒരു മനുഷ്യനാണ് നമ്മൾ ഈ പറയുന്ന നിർമ്മ എന്ന് പറയുന്ന വാഷിംഗ് പൗഡറിന്റെ കമ്പനിക്കാരൻ. അദ്ദേഹത്തിന്റെ വാഷിംഗ് പൗഡറിന്റെ പ്രത്യേകത ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും പോപ്പുലർ വാഷിംഗ് പൗഡറാണ്. ഏറ്റവും വില കുറഞ്ഞത്, എന്നാൽ ഏറ്റവും നല്ലത്. നിങ്ങൾ ആ പരസ്യം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാഷിംഗ് പൗഡർ നിർമ്മ, കേട്ടിട്ടില്ലേ? അതിലൊരു പെൺകുട്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്ന സീൻ കണ്ടിട്ടില്ലേ? നിർമ്മ എന്ന് പറയുന്നത് അയാളുടെ മകളുടെ പേരാണ്. ആ പെൺകുട്ടി കുട്ടിക്കാലത്തെ മരിച്ചുപോയി. അവൾ ജീവിച്ചിരുന്ന സമയത്ത് അവൾ കൊടുത്ത ആ പരസ്യം തന്നെയാണ്, ആ പരസ്യവാചകമാണ് അയാൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. എത്ര വർഷം കഴിഞ്ഞിട്ടും അയാൾ അതിൻ്റെ ആ പരിപാടി മാറ്റിയിട്ടേ ഇല്ല. ഇവിടെ 50ഓളം പേര് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും ബാക്കി ഇത്രയും ഉണ്ട്. ഓക്കെ, എന്തായാലും ആഘോഷമായിട്ട് ഓരോരുത്തരും തെളിച്ചു അല്ലേ? എന്നിട്ടും ഇത്രയും നമുക്ക് പറയാം. ശരി, അപ്പോൾ അവസാനത്തെ പ്രൊഡക്റ്റ് പഠിച്ചു നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ.